പറക്കുന്ന എടുക്കാം. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ നേരത്തെ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കുകയാണ്. ഇന്നിപ്പം വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് പയറുതോരനും പിന്നെ വെള്ളരിക്ക പരിപ്പിട്ട് വെച്ചതാണ് കേട്ടോ. വെള്ളരിക്ക, തക്കാളി, പിന്നെ കുറച്ച് പരിപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെള്ളം, ഉപ്പ്, ഇതും കൊണ്ടാണ് വേവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ മൽപ്പിടുത്തത്തിന് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ജയിക്കുമോ കുക്കർ ജയിക്കുമോ എന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഏട്ടന് മേടിച്ചിട്ടില്ല, ഇന്ന് നല്ല മഴയാണ്. രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഏട്ടൻ അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഏട്ടനെ ആക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്തോ പൊരുത്തത്തിന് റെഡിയായി. പിന്നെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകം, കുറച്ച് ചുവന്നുള്ളി, ഇതെല്ലാം അരച്ച് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുക്കറിലെ വിസിലൊക്കെ പോയി. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വാങ്ങി വെച്ചു കേട്ടോ. പിന്നെ കറിയിലേക്ക് നമ്മൾ കടുക് കൂടി താളിച്ച് വെച്ചു. അപ്പോൾ കറി സെറ്റായി. ഇനി ഉപ്പേരി ആക്കണം. അതിൻ്റെ ഇടയ്ക്ക് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുറ്റത്തൊന്നും ഉണക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അഴ ഫുൾ തുണിയാണ്. ഇനി അടുത്ത തലയ്ക്ക് എവിടെ കൊണ്ടിടുന്നുള്ള സങ്കടത്തിലാണ് ഞാൻ. തക്കുടും ഏട്ടനും അവിടെ അടി കൂടുക കേട്ടോ. തക്കുവിന് അപ്പുറത്തെ റൂമിൽ നിന്ന് ഇപ്പുറത്തേക്ക് റൂമിലേക്ക് വരാൻ ഭയങ്കര കാലുവേദന. ഏട്ടൻ എടുത്ത് തന്നെ കൊണ്ട് മാറ്റിയിരുത്തണം എന്നാണ് അവൾ പറയുന്നത്. നീ എന്തടി കസേരൊക്കെ അരി വീഴണ്ട. എവിടെ റൂമിലാ? മഴ വേറെ കണ്ടാൽ തന്നെ പോവുമല്ലോ. അച്ഛൻ വന്നില്ല. കളിക്കുന്നില്ല വേറെ അല്ലേ? തക്കുടും വേറെ ബോൾ കളിക്കുന്നില്ല. ആരൊക്കെ പോയി? സനിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നവിടെ വയലിലേക്കാ? ഞാൻ പറഞ്ഞല്ലേ, വേറെണ്ണനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നമുക്കൊരു ധൈര്യമാണ്. കാരണം ഇപ്പോൾ വേറെണ്ണനല്ല, കൊയ്മച്ചിയോ പപ്പിയോ അങ്ങനെ ആരെങ്കിലും വന്നുകൊണ്ടിരിക്കും. ബിന്ദുക്ക എന്ന് പറഞ്ഞാൽ ബിന്ദു എന്നാണ് പേര്. അക്കാന്ന് ചേച്ചി എന്നുള്ള അർത്ഥത്തിലാട്ടോ വിളിക്കുന്നത്. പപ്പി എന്നുള്ളത് പത്മിനി എന്നുള്ളതിൻ്റെ ഇതിലാട്ടോ വിളിക്കുന്നത്. ഷോർട്ടാക്കി വിളിക്കുന്നതാണ്. അവരുടെ ഭാഷയിൽ അച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചി എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് കൊയ്മച്ചി എന്ന് വിളിക്കുന്നത്. രാവിലെ ഇന്ന് ഗോതമ്പ് ഉപ്പുമാവാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ തക്കുവിനും നൈനും അതത്ര വലിയ പിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് അവർ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ പിന്നെ എന്നോട് പറഞ്ഞു, അമ്മ പഴം എടുത്തിട്ട് നെയ്യിലിട്ട് കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ നെയ്യിലിട്ട് കൊടുത്തു കേട്ടോ. പക്ഷെ നൈനുമാണ് പിന്നെ മുറിച്ചത്. അപ്പോൾ കുനുകുനാന്നായിപ്പോയി. ചെറുതായിട്ടാണ് മുറിച്ചത്. കുറച്ച് കട്ടി വേണമായിരുന്നു. ഇപ്പം ഒരുപാട് ആവുകയും ചെയ്തു. പക്ഷെ ചെറുതായതുകൊണ്ട് പെട്ടെന്ന് എന്താ പറയുക, പിന്നെ ഇങ്ങനെ കട്ട കെട്ടിയ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ നെയ്യിലിങ്ങനെ വാട്ടിയെടുത്ത് ഇന്ന് പഞ്ചസാരയും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അവരെ തിന്നാൻ ഏൽപ്പിച്ചു. പക്ഷെ തിന്ന് തീർത്തത് മൊത്തം ഞാനാട്ടോ. ഇത്രേ കാണിക്കുന്നുള്ളൂ, ബാക്കി കാണിച്ചാൽ വിചാരിക്കും നിങ്ങൾ എനിക്ക് എന്താ ഉണ്ടാക്കാൻ അറിയില്ലേന്ന്. അങ്ങനെ ആയിപ്പോയിട്ട് അത് കാരണം പഴുത്തും പോയി. പിന്നെ നൈസായിട്ടായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് കട്ട പിടിച്ചു പോയി. പിന്നെ ഇത് നമ്മുടെ കൊയ്മച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇത്ര നേരം ഞാൻ അവരോട് വർത്തമാനം പറയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവർ പോവുകയും ചെയ്തേ. അവിടെ ഒരു കുഞ്ഞു വാവയുണ്ടേ. അപ്പോൾ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെയാണ് പോയത്. അത് കഴിഞ്ഞ് നമ്മുടെ പോസ്റ്റ് ഓഫീസിലത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും തന്ന് ചേച്ചി അങ്ങ് പോയി.
അങ്ങനെ വൈകുന്നേരം ആയപ്പം ഏട്ടൻ പറഞ്ഞു മക്കൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി വാങ്ങണം വിചാരിച്ചിട്ട് അപ്പോഴേക്കാണ് അച്ഛൻ ഹോസ്പിറ്റലിലായത്. പിന്നെ ആദ്യം പോയി ചെരുപ്പ് വാങ്ങാൻ പോയി. ഞാൻ പറഞ്ഞ ഏട്ടനോട് എനിക്ക് തീരെ പറ്റുന്നില്ല, ഭയങ്കര തലവേദനയായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ മക്കൾ സമ്മതിക്കുന്നേ അല്ല, ഞാൻ പോകാതെ അവർ വരുമില്ല, അങ്ങനെ കുടുങ്ങി. പിന്നെ ഞാൻ മനസ്സോടെ പോയി. അവർ ഒന്നാമത് എന്നെ കൊണ്ടുപോയത് എന്തിനാണെന്നറിയോ? പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി. മൂക്കുത്തി ഇടാൻ വേണ്ടിയിട്ടാണ്. കാരണം 1 മാസമായി അമ്മ വാങ്ങി വെച്ചിട്ട്, എന്നിട്ട് എന്തിനാ ഇടാത്തതെന്ന് ചോദിച്ചുകൊണ്ട് കുറേ ദിവസമായി അതിൻ്റെ പുറകെ നടക്കുന്നു. ഒന്നാമത് നമ്മൾ ആ വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കര ആക്ഷനും ഒക്കെ കണ്ടപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇനി മൂക്കുത്തി എങ്ങനെയാണ് വേദന സഹിക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന അതുകൊണ്ടാണ് ഇത്രയും നേരം വൈകിയത്. ഓരോ ദിവസം ഏട്ടൻ പറയുമ്പോഴും ഞാൻ മെല്ലെ മുടക്കി വരികയായിരുന്നു. പിന്നെ ബാഗും പിന്നെ കുറച്ച് അവർക്ക് പിന്നെ എന്താ പറയുക, സ്കൂളിലേക്ക് ബ്ലാക്ക് സാൻഡൽ തന്നെ വേണം. പിന്നെ ബാഗ് 2 വർഷമായിട്ട് വാങ്ങിയിട്ട്. അപ്പോൾ പിന്നെ ഇപ്രാവശ്യം എന്തായാലും മാറ്റാൻ വിചാരിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗ് നല്ല ബാഗാട്ടോ, സ്കൂബിഡേൻ്റെ ബാഗായിരുന്നു. ഒരു കുഴപ്പമില്ല കേട്ടോ ബാഗിന്, പക്ഷേ കുറച്ച് കരിമ്പൻ അടിച്ചു പോയി. പിന്നെ നമ്മുടെ ഇളം കളറുള്ള ബാഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോഴേ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇളം കളറ് ബാഗ് വാങ്ങരുത്, ഒന്നുമില്ല ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ബ്ലൂ ആയിട്ട് ഉള്ളത് വാങ്ങണമെന്ന്. അപ്പോൾ കേട്ടില്ല. പിന്നെ നമ്മുടെ സ്കൂൾ ബസ്സിലൊക്കെ പോകുമ്പോഴേ സ്കൂൾ ബസ്സിൽ നിന്ന് അവർ ഇറങ്ങി വരുമ്പോൾ ആ ബാഗ് എടുക്കുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ കളറ് കണ്ടിട്ട് തല കറങ്ങുക. കാരണം 2 ദിവസം കൊണ്ട് ബാഗിൻ്റെ കളറൊക്കെ മാറി നല്ല എന്താ പറയുക മുഷിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര നാണക്കേടായിരിക്കും. ഒന്നാമത് അതുകൊണ്ടാണ് കേട്ടോ മാറ്റുന്നത്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ബാഗാണ് കേട്ടോ. അപ്പോൾ ബാക്കി വിശേഷം ഞാൻ നാളെ പറയാം. പിന്നെ ഇന്ന് സമയമില്ല. അങ്ങനെ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ.